12000 കൊല്ലം നേരാക്കാൻ ശ്രമിച്ചാലും നേരാവാത്തൊരു സാധനമുണ്ട്, നായന്റെ വാല്. അതേ കോലത്തിലുള്ള മറ്റൊന്നു കൂടിയുണ്ട്, നിന്റെ സ്വഭാവം. ഇപ്പോഴും വള്ളി ടൗസറിട്ട് മൂക്കൽപ്പിച്ച് നടക്കുന്ന ചെറിയ ചെക്കനല്ല, നല്ല തണ്ടും തടിയുള്ള പോത്തോളം പോന്ന ഒരുത്തനാ. കുടുംബം നോക്കാൻ പ്രാപ്തിയുള്ളവനാ, ഒരു പെണ്ണ് കെട്ടിയവനാ. കുടുംബത്തിന്റെ ചെലവുകളൊക്കെ നോക്കി നടത്താൻ നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. പക്ഷെ അതുപോലെ മിടുക്ക് കാണിക്കേണ്ട മറ്റൊരു വശം കൂടിയുണ്ട് കുടുംബജീവിതത്തില്. അത് സ്വന്തം ഭാര്യയെ നന്നായി നോക്കുക എന്നുള്ളതാ. അക്കാര്യത്തില് ഈ ഒരു പരാജയം തന്നെ. സ്വന്തം ഉമ്മാന്റെയും കൂടപ്പറപ്പുകളുടെയും സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ളതും തിരിച്ചവരെ സ്നേഹിക്കുക എന്നുള്ളതും നമ്മുടെയൊക്കെ കർമ്മ തന്നെയാണ്. പക്ഷേ അത് കെട്ടിയ പെണ്ണിനെ പീഡിപ്പിച്ചുകൊണ്ടാവരുത്. അതിനുള്ള വഴിയൊക്കെ ഓളെന്നെ വരുത്തി വെക്കണതല്ലേ. എന്നെ സംബന്ധിച്ച് എന്റെ അവസാന വാക്കിന്റെ ഉമ്മ തന്നെ. എന്റെ ഉമ്മാക്ക് വേദനിച്ചാലും എന്റെ പെങ്ങക്ക് വേദനിച്ചാലും എനിക്കും വേദനിക്കും. അതിന് കാരണക്കാരാരായാലും ഞാൻ ചോദിക്കും ചെയ്യും. വേദനയിൽ ഷെയർ കൂടാന്ന് പറയണതൊക്കെ നല്ല മക്കൾക്ക് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ വേദന അഭിനയിക്കുന്നവർക്ക് വേണ്ടി നീ എന്തിനാ വെറുതെ വേദന അനുഭവിക്കുന്നത്? നിങ്ങൾ തമ്മിലുള്ള ഇമാതിരി വേദന പങ്കിടലും സ്നേഹപ്രകടനവും കൊണ്ട് യഥാർത്ഥത്തിൽ മനസ്സ് വേദനിക്കുന്ന ഒരു പാവം പെണ്ണ് ഈ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. അത് നീ മറക്കരുത്. ഒരാളുടെയും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വർഗം നേടാൻ കഴിയില്ല. അത് നീ ആദ്യം പഠിക്കണം. ഉമ്മാന്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഞാൻ അതനുസരിച്ച് ജീവിച്ചിട്ടുള്ളൂ. സ്വർഗത്തിനു മേലെ ഉയർന്നു നിൽക്കാൻ മാത്രം മഹത്വമുള്ള ഉമ്മമാരെ പറ്റിയാണ് നീ അത് പറഞ്ഞതെങ്കിൽ ഞാനത് സമ്മതിച്ചിരുമായിരുന്നു. ഞാൻ എന്തായാലും നിന്റെ വിശ്വാസം തെറ്റിക്കുന്നില്ല. അല്ല, ഇടയ്ക്ക് നീ നമ്മളെ പെങ്ങളെ വാക്ക് കേട്ടും യുദ്ധം ചെയ്യാറുണ്ടല്ലോ. അവളുടെ കാലിന്റെ അടിയിൽ എന്ത് പിണ്ണാക്കാടുള്ളത്? പ്രാഗെന്ന് വിചാരിക്കരുത്. ഈ ഒന്നും നന്നാവാനുള്ളതല്ല. ഒക്കെ അനുഭവിക്കുമ്പോ താനെ പഠിച്ചോളൂ. ഉമ്മാന്റെ കിണറ്റിൽ ചാടൽ ഒരു നാടകമാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി ഒരിക്കൽ കൂടി ഇത്തരം ഒരു കാര്യത്തിന് എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. പിന്നെ കുരുട്ടും കുന്നായ്മയും കുത്തിവെച്ചിട്ട് ഒളിച്ചിരുന്നോണ്ടൊന്നും കാര്യമല്ല. പടച്ചോന്റെ മുന്നിൽ ഒന്നിനൊരു മറയില്ല. അത് ഓർമ്മ വേണം എല്ലാവർക്കും. എവിടെ വിളിക്കവനെ? ആരെ? മൻസൂറിനെ. ഓൻ പോയി. പോയോ? ആ, എന്താ തിരിച്ചു വിളിക്കണോ? അത് നല്ലതിനല്ല. ആർക്ക്? ഇങ്ങക്കോ? ഓന് ഓനെ പറഞ്ഞ വർത്താനത്തിന് തൊള്ളോണ്ടല്ല മറുപടി പറയണ്ടത്. എന്റെ കൈ അങ്ങനെ തരിച്ചരിച്ച് വരുന്നുണ്ട്. എന്നാ തരിപ്പ് മാറ്റിക്കോളി. എങ്ങനെ? അതാ ഓൻ വരുന്നതാ. ലെഫ്റ്റ് ലെഫ്റ്റ് മനസ്സിലായില്ലേ? വലത്തോട്ട്. അങ്ങനെ തിന്നാനും കുളൂസ് പറയാനും മാത്രം തൊള്ളോർക്കണ 2 അമ്മമാരും ഒരാളാപ്പിയും. ബെല്ലടിക്കണ്ട്. ഹലോ. ഉമ്മയാ? ഉമ്മ, എന്താ വിശേഷം? നല്ലതന്നെ. എന്താ എന്റെ വർത്താനോ? സുഖം. ഉപ്പാക്ക്? പരമസുഖം. ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. 2 ദിവസം കിടന്നു. ശ്വാസം മുട്ടല് പിന്നെയും കൂടിയോ? എന്തേ ഒന്നും അറിയിക്കാണ്ടിരുന്നേ? വിവരം പറഞ്ഞ എല്ലാരും കൂടി ഇങ്ങോട്ട് മണ്ടി പാഞ്ഞു വരും. ലേശം കൂടുതലാന്ന് കഴിഞ്ഞ ആഴ്ചയും കൂടി വിളിച്ചു പറഞ്ഞതല്ലേ. എന്നിട്ടൊന്ന് തിരിഞ്ഞു വെക്കാൻ തോന്നിയോ എന്റെ കുടിക്കാർക്ക്? പറ്റേ ഒന്ന് വരാൻ പറ. ഓനൊപ്പാക്ക് കാണാൻ പൂതിയുണ്ടെന്നും പറ. ഓന് വരാൻ പൂതില്ലെന്നറിയാ, എന്നാലും ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ ഒപ്പാക്ക് കൊടുക്കാം. ഇതാ മോളെ. ഉപ്പ തുടങ്ങിയവള്. ഞാൻ ഫോൺ വെക്കട്ടെ? ഉപ്പ പറഞ്ഞോളി. ഉപ്പാക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഉപ്പാന്റെ കുട്ടിക്ക് ഞാൻ പൂളിച്ചു കൊടുക്കാം. നിക്കും വേണം. എന്നാ ഈ വാടാ. ഇത്തിരി കട്ടൻ ചായ ഉണ്ടായേക്ക, വേഗം വേണം. നിങ്ങളൊന്നും പറഞ്ഞില്ല.
ഉപ്പാക്ക് വീട് വരെ ഒന്നും പോവല്ലേ? എനിക്ക് ലേശം തിരക്കുണ്ട്. അത് പിന്നെ ഓൻ പറഞ്ഞ കേട്ടില്ലേ ഓന് തിരക്കാണെന്ന്. പിന്നെ എന്തിനാ പിന്നെയും ചോദിക്കണ്? നോക്കി ഈ തിന്നണോടത്ത് ലേശം സ്വൈരം തരുമോ? ഈ ഒരു അല്ലെങ്കിൽ ഈ എന്തിനാ അവനെ സൗര്യം കെടുത്താൻ നിക്കണ്? പോണെങ്കിൽ എനിക്ക് ഒറ്റക്ക് അങ്ങോട്ട് പോയിക്കൂടെ? ഇള്ളാക്കുട്ടിയൊന്നല്ലല്ലോ. ഉപ്പാക്ക് ഓരെയും കാണാൻ പോതിണ്ടെന്ന് പറഞ്ഞു. അത്രക്ക് പൂതിയുള്ളവരാണെങ്കിലേ ഇവിടെ വന്നിട്ട് കണ്ടുപോകാൻ പറയും. ഉപ്പാക്ക് സുഖമില്ലാത്തോണ്ടല്ലേ ഉമ്മ? അന്റെ വർത്താനം കേട്ടാ തോന്നും ഇവന്റെ മോന്ത കണ്ടിട്ട് വേണം മൂപ്പർക്ക് മയ്യത്താവാന്ന്. എന്തിനാ ഈ കരയണേ? ആരെ തോൽപ്പിക്കാനാത്? പണ്ടാറടങ്ങാൻ നാളെ പോകാൻ തന്നെ വല്ലാത്ത കഷ്ടാണ് കേട്ടോ. ഈ പറഞ്ഞ കേൾക്കാതെ പോവാന്ന് പറഞ്ഞ പിന്നെ അന്റെ വാക്കിന് എന്താ ഒരു വിലയുള്ളത്? പോയപ്പോ എന്നോട് യാത്ര ചോദിച്ചൊന്നുമില്ലേ? ചോദിക്കൊക്കെ ചെയ്ത് പേരിന് മാത്രം. ഉമ്മ ഞാൻ പോയിട്ട് വരട്ടെ എന്നൊരൊറ്റ വാക്ക്. ഞാൻ പോയിട്ട് വരട്ടെ എന്നോ? ഓള് തന്നിഷ്ടത്തിന് പോയ പോലെ ആണല്ലോ അത്. മനാഫിലെന്താ ഓള് കണക്കിൽ കൂട്ടിയിട്ടില്ലേ? ഇത്ര പോരല്ലോ കതിശയ്യ. ഞാൻ എന്താ എന്റെ പൊന്നാര മാളുമാത്താ കാട്ട്? അടക്കണം, അടക്കി നിർത്തണം. അതിനൊക്കെ ഈ പള്ളിയാളിയിലെ ആയുസുക്കുട്ടീനെ നോക്കി പഠിക്ക്. ഓളൊന്ന് നോക്കിയാ ഓളെ 3 മരുമക്കളും നിന്നോർത്തൊന്ന് പാത്തു. ഇവിടെ നേരെ തിരിച്ചും നോക്കണത് മരുവളാന്ന് മാത്രം, പാത്തണത് ഈയും. ഞാൻ എന്നെ ദേഷ്യം പിടിപ്പിക്കാനോ കളിയാക്കാനോ പറഞ്ഞതല്ല. ഏഷണി കൂട്ടുവന്ന് വിചാരിക്കുകയും വേണ്ട. ഈ വീട്ടിലെന്നും സ്വസ്ഥത ഉണ്ടാവണം. അത് എനിക്ക് പൂതിയുള്ളൂ. അത് നിങ്ങളെ നല്ല മനസ്സോണ്ട് നിങ്ങൾ പറയുന്ന മാൾമാത്ത. പക്ഷെ ഇവിടെ നടക്കണ ഒക്കെ നേരെ തിരിച്ചു. അല്ലടി, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കാലമൊക്കെ ആയില്ലേ? ഓക്ക് പള്ളേരുണ്ടാവുന്നൊന്നും കാണാനില്ലല്ലോ. കച്ചറന്റെ വക്കാണത്തിന്റെ ഇടയിൽ കാര്യങ്ങളൊന്നും നടക്കണില്ലേ? അതോ ആർക്കെങ്കിലും വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പോ കന്യാ, അല്ലാതെ എന്റെ മോന് കുഴപ്പമൊന്നുമില്ല. എത്ര കാലം നോച്ചിട്ട കദീസ അങ്ങനെ കാത്തുക്ക? ചാടിക്കൊടഞ്ഞൊരു തീരുമാനം എടുത്തില്ലെങ്കിലേ അന്റെ മോനും പീസായ ബൾബ് ഒരേപോലെ ആവും. ഒന്നിനും പറ്റൂല. ആ ഓലെത്തി. അമില ഇതാ. ഹായ് താത്ത, സുഖല്ലേ താത്ത? സുഖം തന്നെ. ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇന്ന് 2ാം ശരിയല്ലേ? അസ്സലാമലൈക്കും. ആ നിങ്ങൾ എത്തിയാ? എന്തേ കാണാത്തതെന്ന് ഓർക്കേ ഞാൻ. പിന്നെ എന്തൊക്കെ ഉണ്ട് മോനെ കുടിത്ത വർത്താനോ? ഉമ്മാക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലാലോ? ഓലൊന്ന് കയറ്റി നിർത്തിയിട്ട് വർത്താനം ചോദിക്കണ്ട അമിന. ഓല് നടന്നു കൊഞ്ഞു വന്നത്. കേറി വാടി. ഇതാ ചായ അടിക്കും മോനെ. നിങ്ങളും കുടിക്കിട്ടാ? ഇതൊക്കെ എടുക്കിട്ടാ? എടുക്കേ. കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? മോശ. ഓരോന്നിങ്ങനെ ആലോചിച്ച് മനസ്സിൽ വെറുതെ ആദ്യം കൂട്ടണ്ട മോളെ. പടച്ചോൻ എന്തെങ്കിലുമൊക്കെ കണ്ടുണ്ടാവും. അത് അതുപോലെ അതിൻ്റെതായ നേരത്തിൽ നടക്കും. അപ്പോഴേ നടക്കൂ. അതുവരെ എങ്ങനെയൊക്കെ കണ്ടു പോട്ടെ. നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് ആരും മനസ്സ് വേദനിപ്പിക്കാഞ്ഞാ മതി. ഓല് ഈ ചെയ്തു കൂട്ടുന്നതിനുള്ള ശിക്ഷ കൊടുക്കുന്നതിന് പകരം നല്ലത് ചെയ്യാനും ചിന്തിക്കാനുമുള്ള നല്ല മനസ്സ് കൊടുക്കാൻ പടച്ചോനോട് പറയും. ഓൻ കേൾക്കും.
ഈ ഇറങ്ങണ്ട, ചെന്നിട്ട് 100 കൂട്ടം പണിയുണ്ട്. തിരക്കില്ലെങ്കിൽ നാളെ പോയാ പോരെ? തിരക്കുണ്ട്. ഈ വരുന്നുണ്ടാ? ഉപ്പാ കരയാണ്ട് പോയി വാ മോളെ. പോയിട്ട് വരാം. ഇരുട്ടാണെന്റെ മുന്നേ വീട്ടിലെത്തിക്കോളെ. ചെല്ലേ. എന്തിനാ ഈ ഒലിപ്പിക്കണത്? അന്നത് അറക്കാൻ കൊണ്ടുപോകുന്നല്ല, പേരയിലോട്ട് എത്തട്ടെ, അന്നെ ഞാൻ ശരിയാക്കി തരാം. എന്റെ വീട്ടിൽ എനിക്ക് സുഖം കൂടിപ്പോയതാ കുഴപ്പം. ശരി, മരുവാണാണെങ്കിലും ഇമ്മാതിരി കടുപ്പം കാട്ടിൽ അതിനോട് പറ്റുവോ? ശരിക്കുള്ള അമ്മായിമ്മ പോരെന്താന്ന് കാണാമെങ്കിൽ കദീസാനെ നോക്കിയാ മതി. മകളെ മരുമകളെ വെവ്വേറെ കാണാൻ പാടുണ്ടോ? ഇല്ലല്ലോ. എന്നാ അതാ അപ്പ അവിടെ. സ്വന്തം മരുവളെ പറ്റി പരദോഷണം പറഞ്ഞത് ശരിയാണോ? ഏയ്, ഇങ്ങോട്ട് ശ്രദ്ധിക്ക്, ശരിയാണോന്ന്. അല്ല, ശരിയല്ല. എന്നാലേ ഇത് കേക്ക്. ഓൾ എന്തൊക്കെയാ എന്നോട് പറഞ്ഞെന്ന് കേക്കണോ എനിക്ക്? എനിക്കിപ്പോ ഇതൊന്നും കേക്കണ്ടോ. ഇതപ്പയ്ക്ക് അനക്ക് കേക്കണ്ടെങ്കിൽ കേക്കണ്ടോ? അല്ല പിന്നെ സാരോ എനിക്ക് ഒഴിവുണ്ടാവുവോ? ആ, പോയി നോക്കാം. ഏയ്, ഇമ്മാതിരി ഇടപാട് നമ്മൾ തമ്മിൽ ശരിയാവില്ല. കച്ചവടമാകുമ്പോ കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ച എങ്ങോട്ടും അങ്ങോട്ടൊക്കെ വേണ്ടി വരും. അല്ലാതെ അവനാ പിടിച്ച കൊമ്പിന് 3 മുയലെന്ന് പറഞ്ഞിരിക്കണ സ്വഭാവം ഉണ്ടല്ലോ, അത് ശരിയാവില്ല. ആ ഇടപാട് ശരിയല്ല. ആ നോക്കട്ടടോ. ആ, എന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണല്ലോ ഈ ബിസിനസ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പൊ അതിനുള്ള ഒരു ഉത്തരവാദിത്വം ഊഷ്മളതയൊക്കെ എനിക്കും ഉണ്ടാവും. ഇങ്ങോട്ട് വരണ്ട. നിങ്ങളോടല്ല കേറിപ്പോയി. എങ്ങനെ വരണ്ടെന്നല്ല പറഞ്ഞത്. ആ പിന്നെ പൂളപ്പൊരിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത്ര മോശം ബിസിനസ്സാണ് നിങ്ങളെ വിചാരം? ഞങ്ങൾക്ക് അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല. ഏയ്, നിങ്ങൾ അങ്ങോട്ട് കേറിക്കോളി. ജാസ്മിന, അന്റെ പൂളപ്പൊരി ഇതാ വന്നെ, കൂട്ടിക്കൊണ്ടേക്കോ. ആ, എന്താ പറഞ്ഞ കേട്ട്? 1 കിലോ പൂള നൈസാക്കി കഴിഞ്ഞാല് എത്ര പാക്കറ്റ് ഉണ്ടാവുന്ന എന്റെ വിചാരം? ഇടപാടൊക്കെ വേഗം നടക്കും ചെയ്യും, കായ് വെള്ളത്തിലാവുകയില്ല. ഇങ്ങനത്തെ ഒരു ബിസിനസ് ഞാൻ ആദ്യമായിട്ടാണെങ്കിലും വേറെ പല ബിസിനസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണുണ്ട്. ആ, അതാ പറഞ്ഞത്. അന്തരണീയമായ പല കാര്യത്തിലും കാർമണ്യം സ്വാംശീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ക്രിയാവൽക്കരിതമായി എനിക്ക് പറയാൻ പറ്റും ഈ ബിസിനസ്സിൽ നമ്മൾ വിജയിക്കുന്നു. നിങ്ങളെ കായ്ക്കുള്ള ഗ്യാരണ്ടി ഞാൻ തരുന്നു. കിണറീനി ആരും കണ്ടില്ല. ഇതെന്താ തന്തങ്ങൾ മാതിരി കോമഡി കാട്ട പല്ലിന്റെ മാതിരി കൊക്കണത്? ഒന്നുമില്ല, ഞാൻ എന്റെ ഫോൺ വിളി കാണുകയായിരുന്നു. നിങ്ങളെന്താ അതുവരെ എന്റെ ഫോൺ വിളി കണ്ടില്ല? കണ്ടിട്ടുണ്ട്, പക്ഷെങ്കി ഇതുവരെ കണ്ടിട്ടില്ല. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിലേ കാൻറ്റിൽ കിടന്നിട്ടുള്ള വിളി കാണായിരുന്നു. ഫോൺ വിളിയല്ല, അന്റെ നില വിളി. അല്ല ഇമ്പിച്ചേ, അന്റെ സ്ഥലത്തിന് ഇടപാടൊക്കെ നടക്കണില്ലേ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടായില്ല. എന്റെ പേര് വിളിച്ചത് എനിക്ക് ഞാൻ തന്നെ നല്ലൊരു പേരിട്ടിട്ടുണ്ട്, അൽതാഫ് ഫാറൂഖ് ഗസാനി. ആവൂ, ഇതൊന്നല്ലല്ലോ, ഇതൊരു 3-4 ആളെ പേരിന്റെ ലിമ്പിച്ചേ. ദേ പിന്നെയും വിളിച്ചു.
മൈ മമ്മി റിട്ടേൺസ്. എന്റെ ഉമ്മാക്ക് പറ്റിയൊരു അബദ്ധം. ആര് ഇയ്യോ? ഞാനല്ല, എന്റെ പേര്. പക്ഷെ ആ പേരാരെങ്കിലും വിളിച്ചാല് എന്റെ പട്ടി വിളി കേൾക്കും. എന്തേ ഉമ്മാ? ഞാനേ പെട്ടെന്ന് വിളിച്ചപ്പോളേ. ഓല എത്ര നേരായി വന്നിട്ട് ചെന്ന് 2 വർത്താനം പറ, അല്ലെങ്കിൽ ഓൽക്ക് എന്താ തോന്നുക? 2 വർത്താനം പറയണമെന്ന് ഞാനും കുറെ കാലമായി വിചാരിക്കണേ. മാറിക്കാണി, ഇമ്മാതിരി ഒരു ചാൻസ് ഇനി കിട്ടൂല. ഉമ്മ ചായ ലേശം കൂടി ഒഴിക്കട്ടെ? വേണ്ട മോളെ, ഇപ്പൊ തന്നെ 3-4 ഗ്ലാസ്സായി. ചായ കൂടി ഞാൻ കുറച്ചൊക്കെയാ. ഒരു 1/2 ഗ്ലാസ് കൂടി. ആ എന്തൊകൊണ്ട് വർത്താനം? ആ എന്ത് മോനെ, അങ്ങനെ പോണ്. നിങ്ങൾ വന്നപ്പോ ഞാൻ ഫോണിലായതുകൊണ്ടേ അധികം സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്താ മനാഫളിയനെ കൊണ്ടുവരാഞ്ഞ്? ഓന് തിരക്കല്ലേ? അല്ല, ഇപ്പോഴും പോരെടുക്കലുണ്ടോ? അല്ല മോനെ, ഞാൻ ഉമ്മാന്റെ കാര്യമല്ല പറഞ്ഞത്, ഓള കാര്യ. എല്ലാരും വിചാരം എന്റെ അടുത്താ കുറ്റന്നാ. ഓള് കാട്ടിക്കൂട്ടണൊന്നും ആർക്കും അറിയണ്ട. ശരിയാ, ഇങ്ങനത്തെ ജാതിനൊക്കെ മുക്കാലിയിൽ കെട്ടി ചാട്ടവാർ തല മാറി തല്ലണം. അപ്പൊ നിർത്തും പോര്. നിങ്ങൾ ചായ കുടിക്കി, ഒക്കെ നേരാവും. എനിക്ക് കുറച്ച് ഇടപാട് കൂടി ഉണ്ട് പുറത്ത്. മൂപ്പര് നമുക്കിട്ടഞ്ഞാണല്ലോ ഉമ്മ താങ്ങിയത്. അപ്പൊ മനസ്സിലായില്ലേ? ജാസ്മിന, ഇജ്ജ് ഇവിടെ വർത്താനം പറഞ്ഞിക്ക. അടുക്കളയിൽ എന്തൊക്കെ പണിയുണ്ട്? വിശേഷങ്ങളൊക്കെ ഇനി ചോറൊന്ന് കഴിഞ്ഞിട്ട് പറയാം. ദാ വന്നുമ്മ. ആ, നിങ്ങൾ കുത്തിരിക്കിട്ടാ. വേണമെങ്കിൽ ആ TV വെച്ചോളി. അല്ല മോളെ, എന്തേ എന്റെ അമ്മായി തള്ളക്ക് ഇത്ര കുഞ്ഞിട്ട്? ഞമ്മളുള്ളപ്പോ ഇങ്ങനെ, അപ്പൊ ഞമ്മളില്ലാത്തപ്പോഴോ? ഓ, വല്ലാത്തൊരു അമ്മായി തള്ളയോ. സംഗതി എന്റെ ഉമ്മയും ഏട്ടത്തിയൊക്കെ ആണെങ്കിലും ഞമ്മളെ മര്യാദ ഞമ്മള് കാട്ടണ്ടേ? ഞമ്മള് തിന്നാൻ കൊടുത്തത് മോശമായെന്ന് പിന്നെ ഓല് പറയരുത്. അപ്പൊ ഉമ്മാക്ക് പേടിയുണ്ടല്ലേ? പിന്നല്ലാണ്ടേ. ഈ അവിടെ വർത്താനം പറഞ്ഞിരുന്നാലേ ഇവിടുത്തെ കാര്യങ്ങൾ കുഴയും. ഇന്റെ കൈപ്പുണ്യം എനക്കറിയാലോ. എന്നാ ഉമ്മ കുറച്ചുനേരം അങ്ങോട്ട് ചെല്ല്, ഇവിടെ ഞാൻ നോക്കിക്കോളാം. വേണ്ടോ, ഈ ഇത്രയ്ക്ക് പോരൊന്നും ഉമ്മാനോട് കാട്ടല്ലേ. ഞാൻ ഇവിടെ വെറുതെ നിന്നോളാം. അല്ല, ഫൗസിയനെ നമുക്ക് ഇങ്ങനെ നിർത്തിയാ മതിയോ? എന്നാലേ ഇവിടെ ഇരുന്നോ. ഞാനോളെ കസാലയിൽ പിടിച്ചിരുത്തുന്ന കാര്യമല്ല പറഞ്ഞത്. ഈ അവിടെ തന്നെ ഇരുന്നോന്ന്. ഇതിലേതെങ്കിലും ഒന്ന് പറയ്. ആ, എന്നാ അവിടെ തന്നെ നിന്നോ. അല്ല, ഇവള് കാര്യം തീർത്തപ്പോ പൊരാ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലത്രായി? കൃത്യായിട്ട് പറഞ്ഞാല് 3-3.5 കൊല്ലായി. ആ, അപ്പൊ ഇനി തീരെ നിർത്താൻ പറ്റൂല. എത്രയും പെട്ടെന്ന് ഞമ്മളെ പൊരേന്ന് ഇവളെ വിവാഹമോചനം നടത്തണം. ഒരു കല്യാണം നടത്തിയ ഞമ്മളെ പൊരേന്ന് ഇവർക്ക് ഒരു മോചനം കിട്ടുമല്ലോ. അതാണ് ഞാൻ ഇംഗിതപ്പെട്ടത്. അതിന് പറ്റൊരു ചെക്കൻ വരണ്ടേ? ഇവളെ കെട്ടാൻ വരണോന്നൊന്നും ചെക്കനെന്ന് പറയാൻ പറ്റൂല. ഒരു പരുത്ത പടു. എന്നാലും ഞാൻ ഓക്ക് പറ്റിയ നല്ല തണ്ടും തടിയുള്ള ഒരുത്തനെ കണ്ടുവച്ചിട്ടുണ്ട്. നാളെ തന്നെ കൊണ്ടുവരാം. നേരാണ് അമ്പിച്ചേ. അൽതാഫ് ഫാറൂഖ് ഗസാനി. ചെക്കനെ കൊണ്ടുവരാൻ നിമ്പിച്ചല്ലേ പറഞ്ഞേ? എനിക്കത്ര വിശ്വാസം പോരാ. എന്താ ഇങ്ങക്ക് പറയാനുള്ളേ? ഓലെത്തിക്കണ്.